NS സഹകരണ ആശുപത്രിയുടെ 19ാം വാർഷികവും NS ജെറിയാട്രിക് സെന്റർ സാഫല്യവും NS അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചുകൊണ്ടാണ് മന്ത്രി വാക്കുകൾ പറഞ്ഞത്. നമുക്ക് അതിന്റെ ഉദ്ഘാടന സെഷനിലേക്ക് പോയാലോ? NS സഹകരണ ആശുപത്രി എന്ന് പറയുന്നത് കൊല്ലത്തെ വലിയൊരു ആശുപത്രിയാണ്, വലിയൊരു പ്രസ്ഥാനമാണ്. ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളുള്ള ഒരു ആശുപത്രി കൂടിയാണ് NS ആശുപത്രി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൊല്ലം NSലേക്ക് പോകാം. സഹകരണ മേഖലയിൽ ഇന്ത്യയിലെ ആദ്യ ജെറിയാട്രിക് സെന്ററായ സാഫല്യം മന്ത്രി നാടിന് സമർപ്പിച്ചു. 1,05,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള സാഫല്യം കേരളത്തിലെ ഏറ്റവും വലിയ ജെറിയാട്രിക് സെന്ററാണ്. 9 നിലകളിലായി 40 ഫാമിലി അപ്പാർട്ട്മെന്റുകൾ, 34 സ്പെഷ്യൽ അപ്പാർട്ട്മെന്റുകൾ, 66 കിടക്കുകൾ അടങ്ങിയ ഡോർമെട്രി സംവിധാനങ്ങൾ, സോഷ്യൽ കിച്ചൺ, ലൈബ്രറി, റിക്രിയേഷൻ സെന്റർ, മിനി തിയേറ്റർ, നീന്തൽക്കുളം, ഗസ്റ്റ് ഹൗസ്, ഔട്ട് ഹൗസ്, ICU സംവിധാനവും ഡോക്ടർമാരും അടങ്ങിയ ഇൻ ഹൗസ് വൈദ്യസഹായം തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും സാഫല്യത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ആശുപത്രി പ്രസിഡന്റ് P. രാജേന്ദ്രൻ പറഞ്ഞു. നമ്മൾ സമൂഹത്തിൽ ഇടപെടുന്നുണ്ട്. നമ്മൾ വാർദ്ധക്യമുള്ള ആളുകളെ നോക്കാൻ മക്കൾക്ക് സമയം കിട്ടുന്നില്ല. അവർ തിരക്കിനിടയിൽ അത് വിട്ടുപോകുന്നു. ചില സന്ദർഭങ്ങളിൽ അവഗണന നേരിടുന്നു. അപൂർവമായിട്ടാണ് അവഗണന. പൊതുവേ നമ്മളെ മക്കളെല്ലാം അച്ഛനെയും അമ്മയും നോക്കുന്നവരാണ്. പക്ഷേ വേണ്ടത്ര പരിഗണന കിട്ടുന്നോ എന്ന് സംശയം അച്ഛനമ്മയ്ക്ക്, അവഗണിക്കുന്നോ എന്ന് സംശയം. ചിലപ്പോൾ അവഗണന നേരിടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ, അതൊക്കെ പൊതുപ്രവർത്തകർ നിലയ്ക്ക് ഞങ്ങളെല്ലാം ഇടപെടുകയും സംസാരിക്കുകയും പരിഹരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. NS ആശുപത്രിക്ക് ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസിലെ അംഗത്വപത്രം ചടങ്ങിൽ മന്ത്രി KN ബാലഗോപാൽ കൈമാറി. കേരളത്തിലെ സർക്കാരിനെ പറ്റി ഇവിടെ അധ്യക്ഷൻ പറഞ്ഞു. വയോജന നയം നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനമാണിത്. വയോജന കമ്മീഷൻ ബില്ല് കഴിഞ്ഞ നിയമസഭയിൽ അങ്ങയിൽ നമ്മളിപ്പോൾ അവതരിപ്പിച്ച് കഴിഞ്ഞു. M. ഗംഗാധരക്കുറുപ്പ് രചിച്ച സഹകരണ പുസ്തകം P. രാജേന്ദ്രന് നൽകി പ്രകാശനം ചെയ്തു. ബെസ്റ്റ് ഡോക്ടർ അവാർഡ് ജേതാവ് ഡോക്ടർ രജനി അരുണിനും ബെസ്റ്റ് നഴ്സ് അവാർഡ് ആതിര S. ധരനും കൈമാറി. കരാറുകാരായ ഊരാളങ്കൽ സഹകരണ സംഘത്തിനെയും ആദരിച്ചു. M. നൌഷാദ് MLA അധ്യക്ഷനായിരുന്നു. PC. വിഷ്ണുനാഥ് MLA, സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം K. രാജഗോപാൽ, അഡ്വക്കേറ്റ് PK. ശുഭു തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.